പ്രവേശം കിട്ടി. ഇനിയിപ്പോൾ നമ്മൾ ഇറങ്ങാൻ പോവാണ്. ഇപ്പം നമ്മൾ അറ്റ്ലാന്റിസിൽ പോവാണ്. I think I like this little life. This little life. I think I like this little life. This silly little life. പ്രവേശം കിട്ടി. ഇനിയിപ്പോൾ നമ്മൾ ഇറങ്ങാൻ പോവാണ്. നമ്മൾ എടുക്കാൻ ആര് വന്നിട്ടുണ്ടെന്ന് കണ്ടു തന്നെ അറിയണം. ഇനി അത് നോക്കാം. അയ്യോ, ഓ മൈ ഗാഡ്, ലുക്ക് ഇറ്റ്. അവസാനം എന്നെ എടുക്കാൻ ആള് വന്നിട്ടുണ്ട്, താങ്ക്ഫുള്ളി. ഓ മൈ ഗാഡ്, നമ്മൾ ഒരു സിയോടെ വണ്ടിയിലേക്ക് അവസാനം അങ്ങോട്ട് പോയിട്ട് വേറെ വണ്ടിയിലോട്ട് കൊണ്ടുപോകുന്നു. എനിക്ക് നിന്നെ അത്ര വിശ്വാസമില്ല. ഇല്ല, ആണോ? നമ്മൾ ഖത്തർ ലൈഫ് ചെയ്തു ഗൈസ്. കൈമക്കറ്റ പീഞ്ഞെടുക്കും മിൽക്ക് സർബത്ത്, പിന്നെ ബാക്കി വന്ന ചണ്ടി പോലെ മോനെ മുന്നപ്പെട്ട ഉണ്ണ കൊടുക്കും പാഞ്ഞ പാക്കറ്റ്, വെറുതെ തൊള്ളക്കിയ ചള്ള പുളിയോ നോക്കോ മേപ്പെട്ട്. ഫോട്ടോ എടുത്തന്നെ ഞാൻ അതിന് വന്നേ. And on your left you have a made divide. എന്താണ്? On your left it's a made divide. ഞാൻ വീരത്തില്ല. രസമുണ്ട്. എവിടെ പോയാലും ഒരു കരയുന്ന കുട്ടി ഉണ്ടാവും. എന്താന്നറിയില്ല. അങ്ങനെ നമ്മൾ രാജാവിൻ്റെ പണിസ്ഥലത്ത് പോവുകയാണ്. ഓ, നല്ല മണമുണ്ട്. വെരി ഗുഡ്. വൃത്തിയുണ്ടപ്പോൾ. ഇതാണ് രാജാവിൻ്റെ പണിസ്ഥലത്തെത്തി വീണ്ടും. ഇതാണ് CEO ഓഫ് Book a night in Phoenix or somewhere. You have plans? Yeah. അങ്ങനെ നമ്മൾ അവസാനം 4 മണി ആയപ്പോൾ ഫുഡ് കഴിക്കാൻ വന്നു. ആസ് യൂഷ്വൽ, ഒരു മാറ്റവുമില്ല. അയ്യോ, നമ്മൾ അവസാനം ഫുഡ് കഴിക്കാൻ വന്നിട്ടാണ്. വിശപ്പ് കാരണം നമുക്ക് ബിരിയാണിയുടെ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. പക്ഷെ നല്ല ബിരിയാണി ആയിരുന്നു. നമ്മൾ ഖത്തറിൽ ദേരയിൽ വന്നിട്ടാണ് നമ്മൾ ബിരിയാണി കഴിച്ചത്. നല്ലതായിരുന്നു. ഇപ്പം നമ്മൾ എവിടെയാണ് വന്നത്? ഇപ്പം നമ്മൾ അറ്റ്ലാന്റിസിൽ പോവാണ്. Come on guys. This is at the Oh wow. Care to try again, or shall we delve into the mysteries of Atlantis instead? Space and provide vendors for the museum. And what is boat show? Which boat show? And then they are coming and asking me like അയ്യോ, നമ്മൾ കുറേ ഇന്ന് കറങ്ങി ബിരിയാണിയൊക്കെ കഴിച്ച് ഇപ്പം തിരിച്ച് വന്നു. അവരെല്ലാം കിടന്ന് ഉറങ്ങി. ഞാൻ ഉറങ്ങിയില്ല. ഞാൻ ഇവിടെ ഐ എം ജസ്റ്റ് സിറ്റിംഗ് ഹിയർ വാച്ചിങ് സം വീഡിയോസ്. Anyway, now they've gotten up. I have to go wash my, wash myself, take a shower and all of that. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിന്നർ കഴിക്കാൻ പോകും. അതാണ് ഇന്നത്തെ പരിപാടി. ഇതാണ്
Public house. We did reservation. In the challenge time. നമ്മുടെ ആദ്യത്തെ ഡിന്നർ പ്ലേസ് മൂഞ്ചി ബിക്കോസ് ഇറ്റ്സ് ക്ലോസ്ഡ്. ഇറ്റ്സ് ഈദ് ആൻഡ് ഇവിടെ കിച്ചൺ ക്ലോസ്ഡ് ആയി അൺഫോർച്ചുനേറ്റ്ലി. അപ്പം നമ്മൾ നെക്സ്റ്റ് ലൊക്കേഷനിലോട്ട് പോവാണ്. നമ്മൾ അവിടെ ഇല്ല Good morning. It's day 2 in Qatar. നമ്മൾ ഇന്നലെ രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടി കറങ്ങി we went to 3 different places and we still couldn't find food because everything was shut down at 11 because of Eid ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട്. So we pretty much covered a lot of Doha, so I don't think there's any plan for today because പകുതി ഞങ്ങൾ ഇന്നലെ രാത്രി കൊണ്ട് കവർ ചെയ്തു ഫുഡ് കിട്ടാൻ വേണ്ടി ട്രാവൽ ചെയ്ത്. So finally we had to end up buying McDonald's. നമ്മളത് കഴിച്ച് തിരിച്ചു വന്ന് നല്ല സുഖമായിട്ട് ഉറങ്ങി. Although I start, I don't know if it's me or if it's my hunger, പക്ഷെ ഇവിടുത്തെ ഫുഡ് ഇച്ചിരി ടേസ്റ്റ് ഉള്ള പോലെ തോന്നുന്നു. I don't know why, but yeah, ഇന്നലെ ഞാൻ ബിരിയാണി കഴിച്ചപ്പോൾ ഇറ്റ് വാസ് വെരി നൈസ്. ഇന്നലെ മെക്ടി കഴിച്ചപ്പോൾ ടേസ്റ്റ് വെരി നൈസ്. I don't know. ഒരു 2 o'clock ഒക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ഉറങ്ങിയത്. ആൻഡ് ദെൻ I woke up at 5:30 or something for some reason. Obviously I went back to sleep again. Then again I woke up at 8:30 and then I started scrolling. Again I went back to try to sleep but couldn't, so I just got up and I got fresh eye, dress ഒക്കെ മാറ്റി റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുവാ. Now I have to go upstairs and wake those boys up. അവരെന്തായാലും ഓർക്കായിരിക്കും 100%, സംശയം വേണ്ട. But let's go find out, okay? So yeah, I think I'm pretty much done getting ready. So yay, so day 3 so yesterday we were supposed to go for Inside Out, which unfortunately did not happen because the show was it was about 4 or something and then the show was only at 6 or 6:30ish. അപ്പോൾ അത്ര സമയം എന്ത് ചെയ്യുന്നു വിചാരിച്ചിട്ട് we went back home. We were like, what, let's chill here for some time and നമ്മൾ കുറച്ച് കഴിഞ്ഞ് നമുക്ക് മൂവി കാണാൻ ഇറങ്ങാം എന്ന് വിചാരിച്ചു. But definitely that did not happen. Once you are at home, there's no going back. We knew that. At least I knew that. ഇന്നത്തോടെ എൻ്റെ ട്രിപ്പ് കഴിയാണ്. I'll be leaving at night, around 9ish. So yeah, very chill, peaceful, relaxed staycation ആയിരുന്നു എനിക്ക്. A well deserved one at least. കാരണം അവിടുത്തെ ദുബായിയുടെ തിരക്കിൽ നിന്നൊന്ന് മാറാൻ പറ്റിയത് തന്നെ വലിയൊരു കാര്യമാണ്. It must be overwhelming there. ഇപ്പോൾ ഈദായതുകൊണ്ട് എല്ലായിടത്തും ആൾക്കാരായിരിക്കും. And this place thankfully was so less crowded and I was like, സമാധാനം. ഇതുപോലത്തെ കുറച്ച് നല്ല സ്ഥലങ്ങളിൽ നമ്മൾ പോകാറുണ്ട്. അപ്പോൾ എനിക്ക് പഠിക്കാനും പറ്റും. There used to be a place called Hadiqah.
വെള്ളം ചോദിക്കുന്നത് അവിടെ ബോർഡുണ്ട്